നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആദ്യ സിനിമയ്ക്ക് തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ച സരിത കുക്കു. ഏറ്റവും അവസാനമായി മന്ദാകിനിയിൽ ഒരു അമ്മ വേഷം ചെയ്ത് പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നു. എന്തായാലും പടം നല്ല രീതിയിൽ തിയേറ്ററുകളിലേക്ക് പോകുന്നുണ്ട്. വെൽക്കം ടു ഷോ. താങ്ക് യു. 52 വയസ്സുള്ള ഒരു അമ്മ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു, എന്തൊക്കെ മാറ്റങ്ങളാണ് മുഴുവനായിട്ടുണ്ടായത്? തടി കൂട്ടാം എന്നുള്ള സജഷൻ ഞാൻ തന്നെയാണ് ഡയറക്ടറോട് പറയാം. എനിക്ക് വളരെ കുറച്ച് ദിവസമേ കിട്ടിയിട്ടുള്ളൂ. 5-6 to 7 കിലോസിന് മേലെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് 7 നല്ലോണം തിന്നു. ഈ കൊറോണ ശേഷം ഉണ്ടായ OTT-നെ കൊണ്ടുണ്ടായ ഒരു ചേഞ്ചാണ്. എനിക്ക് ആൾക്കാരെ തോട്ട് പ്രോസസ്സ് ഒരുപാട് മാറിയിട്ടുണ്ട്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും അഭിനയിച്ച് പോയാൽ നടക്കുന്ന കാര്യങ്ങളല്ല. കാണിക്കാൻ വേണ്ടി മലയാള സിനിമ വേണ്ട. അതെ, സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ല എന്നത്തോടെ ബിന്ദു പണിക്കർ അഴിഞ്ഞാടാണ്. മമ്മൂട്ടിയേക്കാൾ മലയാള സിനിമയിൽ വന്നതിലും പോയതിലും നിന്നതിലും ഒക്കെ ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള നടിയാണ് ഉർവശി, പിന്നെ അതുപോലെ KPC ലളിത. ഇവരെ പോലത്തെ ആക്ട്രസസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് നല്ലൊരു ആ ആക്ട്രസ് കൊള്ളാം എന്ന് പറയിപ്പിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ തോട്ട് പ്രോസസ് ഇല്ല അതിൽ. എങ്ങനെയാണ് ഈ ഒരു 10 വർഷത്തെ അഭിനയ ജീവിതമാണ് തിയേറ്ററിൽ നിന്നും സിനിമയിലേക്ക്? നമുക്ക് മന്ദാകിനിയിൽ തന്നെ തുടങ്ങാം. മന്ദാകിനിയിൽ നായകന്റെ അമ്മ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതൊരു സാരിയൊക്കെ കൊടുത്ത് ഒരാൾ ഇവിടേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചെടുത്താണ് താങ്കളിപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു വേഷം ലഭിക്കുന്നത്? അത് ആക്ച്വലി സഞ്ജുവിൻ്റെ പ്രൊഡ്യൂസർ സഞ്ജു ഉണ്ണിത്താൻ, സഞ്ജു എൻ്റെ ഫ്രണ്ടാണ്, കുറേ കാലമായിട്ട് പരിചയമുള്ള ആളാണ്. അപ്പം സഞ്ജു ആണ് എനിക്ക് ആദ്യമായിട്ട് പിന്നെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, നീ ഒന്ന് വായിച്ചു നോക്കുന്നു പറഞ്ഞിട്ടാണ് ആദ്യം തരുന്നത്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ കിട്ടുമ്പോൾ എനിക്ക് തരാണ്ട് നീ ഇന്ന് വായിച്ചു നോക്കുന്നു പറഞ്ഞിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പം ഞാനത് വായിച്ചിട്ടില്ല, എനിക്ക് ആ മൂഡിൽ ഉണ്ടായിട്ടില്ല, ഞാൻ വായിച്ചില്ല. ഞാൻ കുറേ ദിവസം വരെ അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ പിന്നെയും വിളിച്ചു തന്നെ. അപ്പോൾ എനിക്കെന്തോ ഡൗട്ട് തോന്നി, എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ നീ അത് വായിച്ചു നോക്കിയിട്ട് അതിൽ അമ്മ ക്യാരക്ടർ ഒന്ന് നോക്കുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു. അപ്പോൾ ഞാൻ കോമഡി അടിക്കുന്ന വെച്ചാൽ സഞ്ജു സ്വതവേ ഭയങ്കര കോമഡിയൊക്കെ പറയുന്ന വിഷയം എപ്പോഴും. അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടാമതും പറഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എടുത്ത് വായിച്ചു തുടങ്ങി. അൽത്താഫിന്റെ അമ്മ വേഷം ചെയ്യാൻ വിളിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു? ഇല്ലില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ബിക്കോസ് അമ്മ എന്ന് പറയുന്നത് അൽത്താഫിന്റെ അമ്മേൻ്റെ ഒരു ഭയങ്കര ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഏജ് ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ അവൻ കോമഡി പറയുന്നതാണെന്നാണ് ഞാൻ അപ്പോഴും വിചാരിച്ചത്. ഞാൻ വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനത് വായിച്ചു നോക്കിയപ്പം അമ്മേൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം എന്നോട് ചോദിച്ചു എനിക്കത് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഇത്രയും വലിയ ക്യാരക്ടർ എന്നെ കൊണ്ട് ക്യാരി ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മഞ്ജു പിള്ള അവരാണത് ചെയ്യാൻ നിന്നത്, ആ ക്യാരക്ടർ. അപ്പോൾ അതെനിക്കറിയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ആ ഫിഗറിന് ഈ ഫിഗറിലേക്ക് എൻ്റെ ഫിഗറിലേക്ക് വരുമ്പോഴത്തേക്കൊരു ഹ്യൂജ് ഡിഫറൻസ് അല്ലേ, അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻസ് ആയിരുന്നു ഉണ്ടായത്. അപ്പം അവനും അത് നീ നോക്കണ്ട, ഞാൻ ഡയറക്ടറോട് സംസാരിക്കാം, അവർക്കും കൂടെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ അവരോട് സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ വർക്കുകൾ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന്, ഫെസ്റ്റിവൽസിനൊക്കെ ഉണ്ടായ വർക്കുകളൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ യോബിൻ്റെ പുസ്തകം പിന്നെ എല്ലാവരും കണ്ട ഒരുപാടായതുകൊണ്ട് അങ്ങനെ ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ ഡയറക്ടർ എന്നെ കാണാൻ വരുന്നു നേരിട്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ സാരിയൊക്കെ എടുത്ത ഒരാളാന്ന് പ്രതീക്ഷിച്ച് ഞാനൊരു കുട്ടി ടീഷർട്ടും ട്രൗസറൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ആള് വരുന്നത്. അപ്പോൾ ആള് കഥ പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നതാ. മൂപ്പരെന്നെ കണ്ടിട്ട് കഥ മാത്രം പറഞ്ഞില്ല, ബാക്കി എല്ലാ കഥകളും പറഞ്ഞിട്ട് ആള് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി മൂപ്പരെ ടെൻഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഇതൊരു ഒരുപാട് പെർഫോം ചെയ്യേണ്ട ഒരു ക്യാരക്ടറും കൂടെയാണ്. അപ്പം മൂപ്പർക്ക് എൻ്റെ ഫിസിക്കലി എന്നെ ഓക്കെ ആയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അപ്പോൾ സഞ്ജുവിനെ എൻ്റെ കൂടെ, അപ്പോൾ ഞാൻ ഒരു പ്ലേ പ്രൊഡക്ഷൻ്റെ ഒരു തിരക്കിലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു എന്താണ് സ്റ്റോറി ഡിസ്കഷൻ പരിപാടിയിലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇല്ല സുഹിൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അപ്പം ഞാനും അപ്സെറ്റായി. അയ്യോ അപ്പം ഞാൻ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു, ബിക്കോസ് മൂപ്പർക്ക് ഇഷ്ടമായി. അപ്പോൾ അവൻ പറഞ്ഞില്ല നീ ചെയ്ത് നോക്ക്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അത് അങ്ങനെ എത്ര ആക്ട്രസസ് മലയാളത്തിൽ ആ ഏജിൽ നിന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സഞ്ജുനോട് പറയാൻ പറഞ്ഞു ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം, മേക്കപ്പ് ടെസ്റ്റും കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാം. അപ്പോൾ സഞ്ജു എന്നാൽ ഞാൻ അവരോട് സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചിട്ടാണ്
ഓക്കെ ഫോട്ടോഷൂട്ട് വെറുതെ ഇരുന്ന് സ്ക്രിപ്റ്റ് വായിച്ച് കഥാപാത്രം ഉള്ളിൽ കയറിയപ്പോൾ അത് ചെയ്യാതിരിക്കാതിരിക്കാൻ അതെ സത്യം അതാണ്. നന്നായി പെർഫോം ചെയ്യല്. എന്നെ സംബന്ധിച്ച് അമ്മ ക്യാരക്ടറിന്റെ അപ്പുറത്ത് എന്റെ ഒരു തോട്ട് പ്രോസസ് എന്താ വെച്ചാൽ ഒരു ആക്ടറിന് എങ്ങനെ ഇത് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്നില്ല. സോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ വളരെ സട്ടിലായിട്ടുള്ള വളരെ എന്താ പറയാ വളരെ ഒതുങ്ങിയ ക്യാരക്ടേഴ്സാണ് എപ്പോഴും ചെയ്തിട്ട്. പക്ഷെ ആസ് എ ഞാൻ പേഴ്സണലി ഭയങ്കര ലൗഡായിട്ടുള്ള ഞാൻ ഇങ്ങനെ എപ്പോഴും ഒച്ചയും ബഹളവും ഭയങ്കര ലൗഡായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ സിനിമ ഇതുവരെ ഇത്രയും കാലത്തിനിടയ്ക്ക് ചെയ്തത് ഭയങ്കര മെച്ചോർഡായിട്ടുള്ളയും ഒതുങ്ങിയ സാധനങ്ങളാണ്. അപ്പൊ ഈ ഒരു സാധനം വന്നപ്പോൾ ഏതൊരു ആക്ടറും ആഗ്രഹിക്കും. ഇപ്പൊ ആവേശത്തിൽ ഫഹദ് ചെയ്ത ക്യാരക്ടർ എനിക്കൊന്നൊരു ആക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ കൊതിക്കും. അങ്ങനൊക്കെ ഒരു ആക്ടിങ് സ്റ്റൈലില് അങ്ങനെ ഭയങ്കര അതാ ഒരു അർമാദിച്ച് ചെയ്യാൻ തിയേറ്ററിൽ നമുക്ക് അങ്ങനെ സ്പേസ് ഉണ്ട്. സിനിമയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അതെ അതുപോലത്തെ കുറെ അപ്പൊ ആ പെർഫോമൻസ് അങ്ങനത്തെ അന്ന് ഇത് കണ്ടിട്ടില്ല. ബട്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹിക്കും. അപ്പം ഇങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിലേക്ക് പോകുന്നു. ഫോട്ടോഷൂട്ടും മനു ഇതിൻ്റെ മേക്കപ്പ് മാൻ ആട്ടോ. മനു ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ബിക്കോസ് മനു എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് പറഞ്ഞു നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ മനുവും ഡയറക്ടറും നമ്മളെല്ലാവരും വന്ന് മേക്കപ്പ് ടെസ്റ്റ് ചെയ്ത് സാരിയും ഇതൊക്കെ യൂസ് ചെയ്തപ്പം ഓക്കെ ഫിസിക്കലി അപ്പിയറൻസിൽ ഓക്കെ ആയിട്ട് നമുക്ക്. ഞാൻ പടം കണ്ടിറങ്ങിയിട്ട് ഞാൻ വൈഫും ഞാൻ കൂടി പടം കാണാൻ പോയി. പടം കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ആ അമ്മ വേഷം ചെയ്ത ആളുണ്ടല്ലോ അത് കലക്കൻ, നമുക്ക് ആ പുള്ളിക്കാരോട് ഒരു ഇന്റർവ്യൂ എടുക്കണം. അപ്പൊ ഞാൻ ഇത് ആരാ ചെയ്തതെന്ന് അറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളുടെ ആരുടെ സുനിലേനെ വിളിച്ചു. കഴിഞ്ഞ ദിവസം നല്ല ദിവസം ഗുരുവായൂരമ്പലം ഇന്റർവ്യൂ എടുത്തു. സുനിലേനെ വിളിച്ചു. സുനിലേട്ടാ ആ അമ്മ വേഷം ചെയ്ത ആള് നമ്മുടെ സരിത കുക്കോ, ഞാൻ നമ്പർ അയച്ചിടാം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി നമ്പർ അയച്ചിട്ടത്. ഞാൻ പിന്നെ ഇവിടെ വന്നിരുന്നിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രൊഫൈല് തപ്പിയപ്പോഴാണ് ഈ ചെയ്ത പടങ്ങൾ, യോബിന്റെ പുസ്തകം, ഭാരത് സർക്കാർ, പുള്ളിക്കാരിയാണോ ഇത് ചെയ്തത് എന്നൊരു സാധനം. പക്ഷെ ഇതിനകത്ത് ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴേക്കും അതുവരെ നോർമൽ ഒരു അമ്മ വേഷം, ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു അമ്മ വേഷം, ഒരു പെഗൊക്കെ അടിച്ചിട്ട് വണ്ടി എടുത്ത് പോകുന്ന ആ ഒരു പോയിന്റില് കഥ മുഴുവൻ മൊത്തത്തിൽ അൽത്താഫ് അൽത്താഫ് എന്നല്ല ആ ഒരു ടീം, ഇപ്പൊ കുട്ടികളാകട്ടെ അൽത്താഫ് ആകട്ടെ നമ്മുടെ ഉണ്ണിയളിയനാകട്ടെ, ആ ഒരു ടീം ഉണ്ടാക്കി വെച്ച മുഴുവൻ തമാശകളും ഈ ഒരു ക്യാരക്ടറിലേക്ക് മുഴുവനായ മാസമായി മാറുന്ന ഒരവസ്ഥയിലേക്ക്. ആ മാസിൽ നിന്ന് തുടങ്ങി പിന്നെ ആ പോലീസുകാരനുമായിട്ടുള്ള കോമ്പിനേഷനിൽ വരുന്ന തമാശകൾ, അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ആ പടം സരിത കുക്കു എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ കൈകളിലേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്റെ ഫീലിംഗ്സ് ആയിരിക്കും. ഞാൻ ആ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സാധനമാണ്. എന്തായാലും മന്ദാകിനി ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഇതിന് വലിയ പടങ്ങളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും, യോബിന്റെ പുസ്തകം പോലെയുള്ള വലിയ പടങ്ങൾ, വലിയ ക്യാൻവാസിലേക്ക് വന്ന പടങ്ങളുടെ ഭാഗമായി പിന്നെ കുറെ ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അവാർഡ് പടങ്ങൾ കുറെ ചെയ്തു മാറ്റി, തിയേറ്ററുകളിൽ കുറെ ഉണ്ടാക്കി. പക്ഷെ സാധാരണക്കാരുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കാൻ പോകുന്ന ഒരു ക്യാരക്ടർ എന്തായാലും ഇതിനകത്തെ അൽത്താഫിന്റെ അമ്മ. പവർഫുൾ ക്യാരക്ടർ കൂടിയാണ്, പവർഫുൾ ആണ്, കോമഡിയാണ്, എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വന്ന സംഭവമാണ്. ഈ തിയേറ്ററിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ ചില നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. തിയേറ്ററിൽ തുടങ്ങിയ ആളാണല്ലോ, മാനസികമായ സന്തോഷങ്ങൾ തിയേറ്ററിൽ കിട്ടുന്ന സന്തോഷമല്ലല്ലോ സിനിമയിൽ കിട്ടുന്നത്. എന്താ അത് തമ്മിലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത്? എന്താ വ്യത്യാസം എന്നല്ല, ആക്ടിങ് രണ്ട് സ്പേസിലും ആക്ടിങ് തന്നെയാണ്. ബട്ട് അതിൻ്റെ ഒരു പ്രോസസ് ഡിഫറൻസ് ഉണ്ടല്ലോ. തിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊരു മാസം 2 മാസമൊക്കെ കണ്ടിന്യൂസ് നിന്ന് ഒരു സ്പേസിൽ നിന്ന് ഡേ നൈറ്റ് ആയിട്ട് നമ്മൾ റിഹേഴ്സൽ ചെയ്ത് എന്നിട്ടൊരു പെർഫോമൻസിലേക്ക് എത്തുകയാണ്. ആ പെർഫോമൻസ് എന്നൊരു നീണ്ട 1 മണിക്കൂർ 2 മണിക്കൂറത്തെ പെർഫോമൻസ് തരും. അതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ്. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, നമ്മൾ ഭയങ്കര സ്പിരിച്വലായ ആൾക്കാർ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു മനസമാധാനം കിട്ടുന്നൊക്കെ പറയില്ല, അതുപോലെ എനിക്ക് എൻ്റെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നത് ചിലപ്പോൾ ഒരു തിയേറ്റർ പ്ലേ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴാണ് ഭയങ്കര നമ്മൾ കാമാവുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളൊന്ന് എന്താ പറയുക, നമ്മൾ ഭയങ്കര വേറൊരു ഡിവൈൻ സ്പേസ് ആണെന്ന് ഞാൻ കാണുന്നത്. എന്നോടൊരു ആർട്ടിസ്റ്റ് പറഞ്ഞു 1000 സിനിമ ചെയ്യാൻ അവസരം കിട്ടിയാലും ഒരു സ്റ്റേജ് കിട്ടുമെന്ന് പറഞ്ഞാൽ അതാണ് തിയേറ്ററിന് ആ പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെ സംബന്ധിച്ചോളം, ഒരു ആക്ടറിനെ സംബന്ധിച്ചോളം തിയേറ്റർ ഒരിക്കലും സിനിമേനെ കണ്ടി വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. മേ ബി ഇതൊരു ആക്ടിങ് പ്രോസസ്സിന്റെ ഒരു ഭാഗമായിട്ട്. ഒരു ഇന്റർവ്യൂല് സരിത തന്നെ പറയുന്നുണ്ട്, സിനിമ ആർട്ടായിട്ടല്ല എനിക്ക് തോന്നുന്നത്, അതൊരു ബിസിനസ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഈ പറയുന്ന അവാർഡ് പടങ്ങൾ എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന ആ ടൈപ്പ് പടങ്ങളാണ് കൂടുതൽ. 25 പടങ്ങളിൽ എണ്ണം പറഞ്ഞ സിനിമകളും അത് തന്നെയാണ്. അപ്പൊ താങ്കളെ പോലെ തിയേറ്ററിനെ ഇഷ്ടപ്പെടുന്ന, അഭിനയത്തെ അത്രത്തോളം പാഷനായി കാണുന്ന ഒരാൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ എനിക്കത് അങ്ങോട്ട് വർക്കായില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്? അല്ല,
കറക്റ്റാണ്. ബേസിക്കലി ഇവിടെ സിനിമ ഇപ്പൊ ആർട്ട് ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഇടുന്നത് ശരിയല്ല. ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റൈൽ ഇങ്ങനെയാണെന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ എല്ലാ പടത്തിനും അതിന്റെ ബിസിനസ് കാണാതെ ഒരിക്കലും ഒരു പടം ഒരാൾ എടുക്കാൻ, ഇപ്പൊ ഞാനൊരു 1 കോടിയോ 2 കോടിയോ പോയിട്ട് ഒരു പടത്തിന് ഇടേണ്ട കാര്യമില്ല. അപ്പൊ അതിൻ്റെതായ ബിസിനസ് വേറെ ഫെസ്റ്റിവൽസും അതിൻ്റെതായ രീതികളിൽ അത് ഒരു ബിസിനസ് തന്നെയാണ്. അതിനൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാവും, അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് വേറെ സ്പേസ് ആണ്. ഇപ്പൊ കേരളത്തിൽ കമേഴ്ഷ്യൽ ഫിലിം എന്ന് പറയുന്ന സാധനം വരുമ്പോൾ ഇവിടെ അതിൻ്റെ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പടത്തിന് നമ്മൾ റീച്ച് ഉണ്ടാക്കാൻ പറ്റും. രണ്ടും ബിസിനസ് തന്നെയാണ്. അപ്പം ആർട്ട് എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു എക്സ്പ്രഷൻ ആണെന്ന് പറയാൻ നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റും. ഉണ്ടാവും, ഇല്ല എന്നല്ല, എല്ലാ പടങ്ങളെയും ഞാൻ പറയുന്നില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ ഫിലിംസിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തന്നെയാണത്. ബിസിനസ് ഉണ്ടാവണമല്ലോ, കാരണം മുടക്കുന്നവർക്ക് പൈസ തിരിച്ചു കിട്ടിയാലേ അടുത്ത പടങ്ങൾ ഡെഫിനറ്റ്ലി. പിന്നെ എന്റെ പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ട് ഒരു എക്സ്റ്റെന്റ് വരെ. ഞാൻ ഇത്രയും കാലം കൺസീവ് ചെയ്തൊരു കുറെ എന്റെ റോങ് ആയി തെറ്റായ ധാരണകളെയും കൂടെ മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇപ്പൊ ഞാൻ ഈ പടം വന്നപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ഇതിന്റെ ഒരു രസം മനസ്സിലായത്. ഇത്രയും ഓഡിയൻസിന്റെ ഇടയിൽ പോയിരുന്ന് സിനിമ കണ്ടപ്പം എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഞാൻ ഇറ്റ്ഫോക്ക് പോലത്തെ ഫെസ്റ്റിവൽസിൽ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫെസ്റ്റിവൽ ആണ്, അവിടെയും ഞാൻ ചെയ്ത പടങ്ങള് ഹൗസ്ഫുൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു വേറെ മൂഡ്. അവിടെ ഇങ്ങനെ ഭയങ്കര അർമാദ സൗണ്ടും ഒന്നും നമ്മൾ അതെ ആൾക്കാർക്ക് തുറന്ന് ചിരിക്കുക, അവർ റിയാക്ട് ചെയ്യുന്നതും അത് കാണാൻ ഭയങ്കര എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിലേക്ക് ഇത്ര എൻജോയ് ചെയ്ത് തുടങ്ങുന്നുള്ളത്. എനിക്ക് തോന്നുന്നൊരു സംശയം ചോദിച്ചോട്ടെ, ഈ മന്ദാകിനിയുടെ ഒരു ക്രൂ ആ സീരിയസും മറ്റേ മാസ് സീനൊക്കെ ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്നത് അൽത്താഫ്, പുള്ളിയുടെ ശേഷമുള്ള തന്നെ നമുക്ക് ചിരി വരും. കുട്ടിയെങ്കിലും ഒരു രക്ഷയില്ലാണ്ട് കൗണ്ടർ അടിക്കും. നമ്മുടെ ഉണ്ണികളിയൻ എല്ലാം നല്ല ഒന്നാം തരം കോമഡി വർക്ക് ചെയ്ത് കൃത്യമായ ആളുകളെ ചിരിപ്പിച്ചു. മന്ദാകിനി സത്യം പറഞ്ഞാൽ തൊട്ടക്കം മുതൽ ഒടുക്കം വരെ ഒരു പോയിന്റ് പോലും എൻജോയ് ചെയ്യാതിരുന്നിട്ടില്ല. ആ ജാഫ്രിഡിക്ക് വന്നിട്ട് കാണിക്കുന്ന വെള്ളമടിച്ചിട്ട് കാണിക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്നിടത്ത് പോലും ചിരി പൊട്ടുന്ന തരത്തിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ കാര്യങ്ങൾ ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ലൊക്കേഷനിലെ വിശേഷങ്ങൾ? ആക്ച്വലി നല്ല രസമായിരുന്നു. നമ്മൾ ആക്ച്വലി എന്താ പറയാ, നല്ല കുറെ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ് ഒന്നിച്ച് വന്നാൽ എങ്ങനെയുണ്ടാവും, ഒരു എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ബിക്കോസ് ഇതിന്റെ ഷൂട്ട് ടൈം എന്ന് പറയുന്നത് നൈറ്റ് ഷൂട്ട്സ് ആണ് ഏറ്റവും അധികം. അപ്പം നമ്മൾ ഏകദേശം എല്ലാവരും എന്താ പറയുക അടിച്ച് ഫിറ്റായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാവും. ഒരു 5 ദിവസം ഉറക്ക് പോയി കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നുവെച്ചാൽ ഉച്ചക്ക് നമ്മൾ തുടങ്ങുക, നമ്മളൊരു നിയർലി ഒരു 12 o'clock ആകുമ്പോൾ നമുക്ക് എണീക്കണം. രാവിലെ 6 മണി വരെ ഷൂട്ട് പോകും നൈറ്റ്. പക്ഷെ 12 മണിക്ക് ഉച്ചക്ക് ഉറങ്ങി എണീച്ചാൽ മാത്രമേ ലൊക്കേഷനിലേക്ക് എത്തി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പം ലൈക്ക് നമ്മൾ സ്ലീപ്പ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബട്ട് അവിടെ എത്തുമ്പോൾ എല്ലാവരും ഭയങ്കര ഓണായി. പിന്നെ നമ്മൾ ഭയങ്കര ഇന്ററാക്റ്റീവ് അല്ല, ബട്ട് ഇടക്ക് ഇപ്പൊ വിനീത് തട്ടില് നമ്മളൊക്കെ ആക്കിയില് നമ്മൾക്ക് ഒന്നിച്ചിരുന്ന് കുറെ കോമഡിയൊക്കെ പറയുന്ന മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഫുൾ ടൈം ആ കോമഡിയിൽ നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് ഒരു ഹെൽ ലോട്ട് ഓഫ് ഡയലോഗ്സ് ആണ് ഈ സിനിമയിലുള്ളത്. ഞാൻ രാവിലെ എന്റെ സ്ക്രിപ്റ്റ് കയ്യിലുണ്ടാവും. എനിക്ക് റൂമിൽ പോയിരുന്ന ഉറക്കം വരില്ല. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇപ്പുറത്ത് വന്ന് പിന്നെയും വായിച്ചുകൊണ്ടേയിരിക്കും. എനിക്കിത് വിട്ടുപോയെന്ന് എനിക്കറിയാം. ഞാൻ ആ കോമഡിയിൽ പെട്ടാൽ ഞാൻ പോകും, എന്റെ ക്യാരക്ടർ എന്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരുപാട് അവിടെ ഇൻവോൾവ് ആയിട്ടില്ല. പിന്നെ വേറൊരു സ്പേസിലായിരുന്നത്. അപ്പോൾ കൂടുതൽ ടൈം ഞാൻ അവിടെ തന്നെ. നമ്മൾ ഈ വിനീത് തട്ടിൽ പുള്ളി ചെയ്ത വേഷം നമ്മൾ പുള്ളി കണ്ടേക്കുന്നത് ഇപ്പൊ ടർബോയിൽ പോലും പുള്ളി ഒരു ഫൈറ്റ് സീനിൽ ഗുണ്ടയായിട്ട് വന്നു. അങ്ങനെ ഒരു ഇമേജ് ഉള്ള മനുഷ്യൻ നോക്കുന്നതിലും ഇരിക്കുന്നതിലും എന്ത് ചെയ്താലും ആളുകൾ തീർന്നു ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഞാൻ ഈ മനുഷ്യൻ തന്നെ, കാരണം ടർബോ കണ്ടു ഇതും കണ്ടിട്ട് എനിക്ക് ആനയാണ് തമ്മിലുള്ള വ്യത്യാസം ഒരേ സമയം തീർന്നു. അല്ല അതൊരു കാസ്റ്റിംഗ് ഭയങ്കര രസമില്ല കാസ്റ്റിംഗ്. ആളെ ഫിഗറിനെ ഭയങ്കര രസമായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ഇപ്പം വന്ന് ഇടിക്കും എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് മൂവര് ഭയങ്കര രസമായിട്ട് കോമഡി ഒക്കെ പറഞ്ഞു. അതില് അജയ് വാസുദേവ് എനിക്ക് മൂപ്പരെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായ ഒരു സിനിമയിൽ. ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് വെറുതെ റഫായിട്ട് ഇത് കാണുമ്പോൾ ബിക്കോസ് ആളെ ഫിഗർ യൂസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര കോമഡി ആയിട്ട്
ആ ഫിഗറിനെ ഭയങ്കര രസമായിട്ട് ആളെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് അവരൊക്കെ ഭയങ്കര രസമായി കാസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഇവിടെ വന്നിട്ട് പടം കണ്ടിട്ട് വന്നപ്പോൾ ഇവിടെ ഈ സ്റ്റുഡിയോയിലുള്ള എല്ലാവരും സിനിമാ സ്വപ്നമായിട്ട് നടക്കുന്ന ഒട്ടുമിക്ക ആളുകളാണ്. അപ്പോൾ ഓരോ പടങ്ങൾ കണ്ടിട്ട് വന്നിട്ട് ഓരോരുത്തർ അഭിപ്രായം പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് സീരിയസ്ലി ആ സംവിധായകൻ അല്ലെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കൊരു 3 ഫൈറ്റ് സീൻ ആഡ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ 3 ഫൈറ്റ് സീൻ പ്രതീക്ഷിച്ചെടുത്തൊക്കെ ഈ വിനീതേട്ടൻ ഇങ്ങോട്ട് വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് ആ മറ്റേ മൂത്രം ഒഴിക്കുന്ന സീനിലൊക്കെ ഭയങ്കര അടിപൊട്ടുന്ന സീനുകളൊക്കെയാണ് അവിടെയൊക്കെ കൊണ്ടുവന്ന് വെറും തമാശയാക്കി. എന്നാൽ അതിനെ ഒരു ഫൈറ്റ് സീനിന്റെ കുറവുണ്ട് എന്ന് തോന്നിക്കാത്ത രീതിയിൽ അതിനെ കൊണ്ടുപോയേക്കാണ്. അതുപോലെ ഗണപതി ചെയ്ത വേഷത്തിൽ മൊത്തത്തിൽ ഒരു എന്താ പറയാ, എനിക്ക് തോന്നുന്നു പടം അത്യാവശ്യം എറണാകുളത്തൊക്കെ തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായിട്ടാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും ആലോചിക്കണം, മമ്മൂട്ടിയുടെ ടർബോ കളിക്കുന്നു, പൃഥ്വിരാജിന്റെ ഗുരുവായൂരമ്പലത്തിലെ കളിക്കുന്നു, അതിന്റെ ഇടയിലാണ് അൽത്താഫ് നായകനായ ഒരു പടം. ഞാൻ ചെറുതാക്കി കാണുന്നല്ല, ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തിനപ്പുറത്ത് ഒരു സാധാരണക്കാരന്റെ ഇമേജുമായിട്ട് വന്നിട്ട് പടം ഇങ്ങനെ തിയേറ്റർ വളർന്നത്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ പടത്തിന് ഇത്രയധികം ഓഡിയൻസിനെ കൊണ്ടുവരാൻ പറ്റുന്നത്. വെച്ചാൽ അൽത്താഫിനെ പോലത്തെ ഒരു ആക്ടർ ഒരു കോമൺ മാനിനെ കൂടെ റെപ്രസെന്റ് ചെയ്ത് കോമൺ മാനിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗറും കൂടിയാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു അൽത്താഫിന് ഓൾറെഡി അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്, ഈസ് ഭയങ്കര കോമഡി. അൽത്താഫിന്റെ പ്രസൻസ് ആൾക്കാർക്ക് ഭയങ്കര, അപ്പം ആ ഒരു കോമഡീന്റെ ഒരു എലമെന്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഐ തിങ്ക് ആൾക്കാർ ഇപ്പം ചിരിക്കാൻ എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അതാണ്. ഇതിന്റെ ഒരു പോസ്റ്ററുകൾ കണ്ടാലേ ചിരി വരും. ഇവന്റെ പോസ്റ്ററുകൾ അൽത്താഫ് മറ്റേ പുള്ളിക്കാരിയോട് സംസാരിക്കുന്ന ആ സാധനം കാണുമ്പോൾ തന്നെ ചിരി വരുന്ന രീതിയിലേക്ക് ആ ടീമിനെ അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി കുറച്ച് സീരിയസ് ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ താങ്കൾ ഒരു കരിയറിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഭാരത് സർക്കസ് ഇറങ്ങുന്നത് വരെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് പരിപാടി പിടിച്ച് വരേണ്ടി വന്ന ഒരാളാണ്, നിർബന്ധിതയായ ഒരാളാണ്. ഇപ്പോഴാണ് എനിക്ക് അതിലെ ആ എസ്ഐയുടെ വേഷം ഇപ്പോൾ മന്ദാകിനി. ഇനി ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തിൽ നല്ല വേഷങ്ങൾ വന്നേക്കാം. കാര്യം എന്താണെന്നറിയാമോ, കുറച്ച് നാൾ മുമ്പ് വരെ, അതായത് ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ ഇടയിലുണ്ടായിരുന്ന ഈ ചർച്ചകളിൽ വന്നിരുന്ന സാധനമാണ് മലയാള സിനിമയിൽ നിന്ന് നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ അന്യമായി പോകുന്നു. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞത്, ഹിറ്റായി നിൽക്കുന്ന ഈ പ്രേമലു മാറ്റി നിർത്തിയാൽ ബാക്കി സിനിമകളിലൊന്നും ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ കാണാനില്ല. ശക്തമായതെന്നല്ല, മഞ്ഞുമൽ ബോയ്സ് ഒരു സ്ത്രീ കഥാപാത്രം പോലും അതിനകത്ത് വേണ്ടി വന്നില്ല. ഒരു അമ്മ വേഷം മാത്രമാണ് വന്നത്, ആവേശം അതിലും ഒരു അമ്മ വേഷം മാത്രമാണ് വന്നു പോകുന്നത്. അങ്ങനെ ഈ പറയപ്പെടുന്ന ആടുജീവിതത്തിലും ഒരു കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാമായിരുന്നിട്ടും ഒഴിവാക്കി എന്ന് ഫീൽ പലർക്കും ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു സാധനമാണ്. എന്താണ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റി നിർത്തൽ മലയാള സിനിമയിലുള്ളതായി തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പം മാറി വന്നിട്ടുണ്ട് കുറെ. ഇപ്പം മറ്റേ ജയ ജയ ഹോല് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വലുതായി വന്നു. ഇവൻ ഞാൻ ടർബോ കണ്ടിട്ട് ആദ്യം പറഞ്ഞതാണ്, സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ല എന്നിടത്ത് പറഞ്ഞ ബിന്ദു പണിക്കർ അഴിഞ്ഞാടാണ് മമ്മൂട്ടിയേക്കാൾ എനിക്ക് വർക്കായത് ബിന്ദു പണിക്കറുടെ ക്യാരക്ടറാണ്. അതുപോലെ അതിലെ ഹീറോയിൻ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ 4-5 സ്ത്രീകൾ നന്നായി സ്കോർ ചെയ്യണം. എനിക്കൊന്ന് ആ ചേഞ്ച് ഡെഫിനറ്റ്ലി ഉണ്ടാവും. സ്ലോലി ആയിരിക്കും ചില കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ചില പടങ്ങൾ വരുമ്പോൾ ആയിരിക്കും കുറെ കൂടെ ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ഓക്കെ അവർക്കും വേറെ തരത്തിലൊരു ധൈര്യം. ഞാൻ പറയുന്നത് ഈ പട എക്സാമ്പിൾ ആയിട്ടെന്നല്ല പറയുന്നത്, ഓക്കെ അങ്ങനെയും നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ ഇതും വർക്ക്ഔട്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് കൂടെ ആൾക്കാർ ചിന്തിച്ച് തുടങ്ങും. ഇപ്പം ഈ പടം നന്നായി വർക്ക് ചെയ്ത് മുന്നോട്ട് നന്നായിട്ട് ഹിറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരുപാട് ഓഡിയൻസിനെ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വലിയ സ്റ്റാർ കാസ്റ്റ് സോ കോൾ സ്റ്റാർ കാസ്റ്റ് ഇല്ലാതെ ഈ പടത്തിന് ഹൗസ്ഫുള്ള് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമുക്ക് ഉണ്ടാവുന്ന ആരെങ്കിലും വിചാരിച്ചോ 100 കോടിയിൽ കയറും? ഞാൻ വിചാരിച്ചില്ല. എനിക്കതൊരു എന്റെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ സിനിമയായിട്ട് ഞാൻ അതിനെ വിലയിരുത്താത്തൊരു സിനിമ. അതിന്റെ എഫേർട്ടിനെ വിലയിരുന്നു, അതിന്റെ ആർട്ട് വർക്ക്, ആ സിനിമാറ്റോഗ്രാഫി, ഇതിനെല്ലാം ഞാൻ വിലയിരുത്തുന്നു. പക്ഷെ ഒരു വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത അതിനകത്ത് സൗബിൻ മാത്രമാണ് അത്യാവശ്യം വലിയൊരു സ്റ്റാർ എന്ന് പറയുന്നത്. പക്ഷെ നല്ലൊരു പടം. പക്ഷെ അത് ചർച്ച ചെയ്യപ്പെട്ട എവിടെയൊക്കെയാണ് ഇന്ത്യ പാൻ ഇന്ത്യ മുഴുവൻ എവിടെയൊക്കെ ഇൻഡസ്ട്രി ഉണ്ടോ അവിടെ എല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. ആവേശം ഭഗത് വാസിൽ വന്ന് എഴിഞ്ഞാടി പോയി. പക്ഷെ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുമ്പോൾ എല്ലാ ഭാഷയിലുമുള്ള ആളുകളും ഈ ഒരു കഥാപാത്രത്തെ എടുത്തു വെച്ച് ജീവിതത്തിന്റെ പല ഭാഗങ്ങളുമായിട്ട് ഇമോഷൻസിനെയൊക്കെ എടുത്ത് പല ഭാഗങ്ങളിൽ ഇതിനിങ്ങനെയും ഒരു, എനിക്ക് തോന്നുന്നു ജിത്തു കഥ എഴുതി സംവിധാനം ചെയ്ത ജിത്തു പോലും ഈ റീൽസ് കാണുമ്പോൾ ഇതിന് ഇങ്ങനെ ഒരു മാനം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ ടൈപ്പ് കാസ്റ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു, ഞാൻ താങ്കളെ ഒരു ഇന്റർവ്യൂവിൽ കേട്ടതാണ്, നിറം പല വേഷങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ കാരണമാകാറുണ്ട്
ഇപ്പോഴും ആ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്നുണ്ടോ? ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. കളർ ഒരു ഫാക്ടർ തന്നെയാണ്. ബട്ട് എനിക്ക് വേറൊരു സൈഡിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഇത്രയും ബോഡി ഓഫ് വർക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് എൻ്റെ കളർ കൊണ്ട് മാത്രം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പ്ലസ്. എനിക്കങ്ങനെ തോന്നി എന്താണ്, നിമിഷ സജയൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലേക്ക് വരുമ്പോൾ അവര് അത്ര വലിയ വെളുത്ത നിറമോ അങ്ങനെ ഒരു നമ്മൾ മലയാളികളുടെ സിനിമാ നായികയുടെ സൗന്ദര്യ സങ്കല്പം ഉണ്ടായിരുന്ന ആളൊന്നുമല്ല. പക്ഷെ നിമിഷ സജയൻ എത്രയോ പടങ്ങൾ ചെയ്തു. താങ്കൾ ഈ പറയപ്പെടുന്ന കഥാപാത്രത്തിലേക്ക് എത്തി. താങ്കളുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ലല്ലോ. അല്ല, പക്ഷെ വേറെ കാര്യമുണ്ട്. നിമിഷ സജയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരെ കൂടെയാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. രാജീവ് രവി, ദിലീഷ് പോത്ത എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയ ഒരു ഗ്യാങ് ഓഫ് ആൾക്കാരുടെ കൂടെയാണ് എൻട്രി വരുന്നത്. ഫഹദ് പോലത്തെ അല്ലെങ്കിൽ സുരാജ് വെഞ്ഞാറ പോലത്തെ ആക്ടേഴ്സിന്റെ കൂടെയാണ് അവർ എൻട്രി ചെയ്യുന്നത്. സോ അതൊരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഒരു ഹെവി സ്റ്റാർട്ടാണ്. സോ അതിന്റെ റേഞ്ച്, പിന്നെ ആ പടത്തിന് ഉണ്ടാക്കിയ റീച്ച്, ഇതോടാണ് അവര്. പിന്നെ ഷീ ഈസ് എ വെരി ഗുഡ് ആക്ട്രസ്. അപ്പം ആക്ടിങ്ങിന്റെ ഒരു കേപ്പബിലിറ്റിയും കൂടെ അവിടെ ഉണ്ട്. ആക്ടിങ്ങിൽ എല്ലാവർക്കും ഉണ്ട്. താങ്കളും അത്ര ഭംഗിയായി അത് പെർഫോം ചെയ്തുകൊണ്ടാണ് താങ്കൾക്ക് ഇപ്പോൾ 25 പടങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല. അതെ, ഡെഫിനറ്റ്ലി ഞാൻ ഭയങ്കര ആക്ട്രസ് ആണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഓരോ വർക്കിലും എനിക്ക് ഗ്രോ ചെയ്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കുറെ കൂടെ ആസ് എൻ ആക്ടർ എനിക്ക് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എനിക്ക് നല്ലൊരു ആ ആക്ട്രസ് കൊള്ളാം എന്ന് പറയിപ്പിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നും, എൻ്റെ വേറെ തോട്ട് പ്രോസസ് ഇല്ല അതിൽ. ഏത് ആക്ടറും ആഗ്രഹിക്കുന്ന മലയാളികളുടെ സൗന്ദര്യ സങ്കല്പം അല്ലെങ്കിൽ സിനിമയിലെ നായിക ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ല. പിന്നെ എനിക്കൊന്ന് ഈ കൊറോണ ശേഷം ഉണ്ടായ OTT-നെ കൊണ്ടുണ്ടായ ഒരു ചേഞ്ചാണ്. എനിക്ക് ആൾക്കാരെ തോട്ട് പ്രോസസ്സ് ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ കുഞ്ഞു പിള്ളേർ പോലും ആമസോണും നെറ്റ്ഫ്ലിക്സും ഒക്കെ കണ്ടു. അതിലുള്ള എല്ലാ ഒരു സീരീസുകളും അതിൻ്റെ എല്ലാ സിനിമകളൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഫിലിംസ് മുതൽ എല്ലാ കൈൻഡ് ഓഫ് ജോണർ ഓഫ് ഫിലിംസും കാണുന്നുണ്ട്. അപ്പോൾ ഇനി സ്റ്റാൻഡേർഡ് ഓഫ് വർക്ക് കുറെ കൂടെ ഹൈ ആയാൽ മാത്രമേ ആൾക്കാർക്ക് പിടിച്ചു നിർത്താൻ പറ്റൂന്നുള്ള ലെവലിലേക്കാണ് പോകുന്നത്. അല്ലാതെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും അഭിനയിച്ചു പോയാൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഗ്ലാമർ കാണിക്കാൻ വേണ്ടി നായികമാരെ ഇനി മലയാള സിനിമ വേണ്ട. അതെ, അപ്പം നല്ല ആക്ടേഴ്സിനെയും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെയും റൈറ്റേഴ്സിനെയും നല്ല സ്പേസിലൊരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോകുന്നത്. അതാണ് ഈ ചേഞ്ച് മലയാളത്തിൽ. എനിക്കൊന്ന് വി ആർ സോ ലക്കി. മലയാളത്തിൽ ഈ വർഷം ഉണ്ടായ പടങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഗംഭീര പടങ്ങളായിരുന്നു. ബ്രഹ്മയുഗം മുതൽ അങ്ങോട്ട് ആട്ടം ആൻഡ് മഞ്ഞുമൽ ആൻഡ് കുറെ പടങ്ങൾ, പ്രേമലു, കുറെ, ഡെഫിനറ്റ്ലി എല്ലാം വളരെ ഡിഫറെന്റ് ജോണേഴ്സിൽ നിൽക്കുന്ന പടങ്ങളാണ്. വളരെ ക്രിയേറ്റീവ് ആണ്. നോക്കൂ, നസ്ലിൻ എന്നൊക്കെ പറയുന്ന പുതുതായി വരുന്ന പിള്ളേരാണ് 100 കോടി ക്ലബ്. മമ്മൂട്ടിയുടെ പടം അല്ലെങ്കിൽ ലാലേട്ടന്റെ പടം പോലും 100 കോടിയിൽ പോകാൻ മടിച്ചു നിൽക്കുമ്പോൾ പിള്ളേരുടെ പടങ്ങൾ ഇടിച്ചു കയറി അങ്ങ് പോവാണ്. ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന ആവേശം ഭഗതിന്റെ അഴിഞ്ഞാട്ടം എന്ന് പറയുമ്പോഴും അതിനകത്ത് മെയിൻ വേഷം ചെയ്തു പോകുന്ന 3 പുതിയ കുട്ടികളാണ്. അതെ, അതിനു മുമ്പ് വന്ന രോമാഞ്ചമായാലും അർജുന നായകൻ വന്നു പോകുന്ന എവിടെയാണെന്ന് അറിയാം. സൗബിന ഉണ്ടെങ്കിലും അതൊരു ടീം വർക്കായിട്ട് പോകണം, മൊത്തത്തിലാണ്. പിന്നെ ഈ എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്നത്, ഞാൻ സുനിലേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ സുനിലേട്ടൻ പറഞ്ഞൊരു സംഭവം, പണ്ട് പോസ്റ്ററിൽ പോലും ഒരു ആർട്ട് ഡയറക്ടറെ പേര് വെക്കാത്തടത്തുനിന്ന് ഇപ്പം പ്രൊഡ്യൂസറും നായകനും വരെ ആർട്ട് വർക്കിനെ പറ്റി പറയുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് എല്ലാവർക്കും സ്പേസ് ഉണ്ടായി. നിങ്ങൾക്കല്ല, ഒരു പടം വരുന്നു, അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരാളെ പോലും വെറുതെ വിടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. അത് ഈ ഓൺലൈൻ ചാനലുകളുടെ ഒരു വളർച്ച കൂടി അതിനകത്ത് വലിയ പങ്കാണ്. അപ്പം നമ്മളിപ്പോ വരുന്ന സിനിമയുടെ ആരെങ്കിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഒരാളെ കിട്ടിയാലും നമ്മൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്, പണ്ട് നായകനും നായികയും സംവിധായകനും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സിനിമ എല്ലാവരുടേതുമായി മാറുന്നു. വലിയ സന്തോഷമുള്ളൊരു കാര്യമായി. പിന്നെ ഉറപ്പായിട്ട് അത് എനിക്ക് ആ ഒരു ചേഞ്ച് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ്. അത് നമുക്കൊക്കെ സ്പേസ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. എനിക്ക് പേഴ്സണലി ഇപ്പോഴും തോന്നുന്നത് ഈ കൊറോണ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് ആ ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്. പുതിയ ആൾക്കാർക്കുള്ള എൻട്രി, പുതിയൊരു ഇത്രയും കാലം ഉണ്ടായ കുറെ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കുറെ ഒരു പ്രോസസ്സിനെയൊക്കെ മാറ്റി കുറെ കൂടെ ന്യൂ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരാനുള്ള ഒരു സ്പേസ് ഉണ്ടായത് കൊറോണയ്ക്ക് ശേഷം OTT പ്ലാറ്റ്ഫോമിന്റെ ഒരു ആ ഒരു ഇത് കാരണം കൊണ്ടാണ്. പണ്ടെന്ന് വെച്ചാൽ കുറച്ചു കാലം മുമ്പ് വരെ ഒരു സിനിമ ഇറങ്ങും, ആ സിനിമയിൽ ഇപ്പോൾ അമ്മ വേഷം ചെയ്യുന്നു, സരിത അമ്മ വേഷം ചെയ്യുന്നു, അടുത്തൊരു പടം വരുമ്പോൾ സരിതയെ കൊണ്ട് അടുത്ത അമ്മ വേഷം ചെയ്യിക്കാനാണ്. ഞാൻ അങ്ങനെ ഒരു അനുഭവം ഉള്ള ആള് തന്നെയാണ്. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് മാറുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ കണ്ട ഒരു സാധനം, ആവേശത്തിലെ അമ്പാൻ അടുത്ത പടത്തിൽ നായകനാണ്. പണ്ടായിരുന്നെങ്കിൽ എന്താ, അടുത്ത പടത്തിൽ കോമഡി ചെയ്യാൻ തന്നെ ആ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറുകയാണ്. വരുന്ന ഇപ്പൊ അൽത്താഫ് ഒരു ചെറിയ വേഷം ചെയ്ത് പ്രേമത്തിലൂടെ വരുന്നു, പിന്നീട് അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സംവിധായകനാണ്, നമുക്ക് മനസ്സിലാവുന്നെങ്കിലും
പിന്നെ ഇത് ഹീറോ ആയിട്ടാണ് അടുത്തൊരു എൻട്രി വരുന്നത്. അപ്പം നല്ല കഥാപാത്രങ്ങളെ വെച്ച് നല്ല നല്ല സിനിമകൾ വരുന്നു. ചെറിയ ബഡ്ജറ്റോ വലിയ ബഡ്ജറ്റോ ഒന്നും എല്ലാ പടങ്ങളും വലിയ ബഡ്ജറ്റ്. തിയേറ്ററുകൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സജീവമായി. അതെ അതെ, അത് എനിക്കൊന്ന് ഈ വർഷമല്ലേ അങ്ങനെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഭയങ്കര ആൾക്കാർ തിയേറ്ററിൽ കയറാൻ. ഞാൻ പോലും മടിച്ചിരുന്ന ആളാണ് ആക്ച്വലി ചില സമയത്ത് തിയേറ്ററിൽ പോയി. പക്ഷെ ഇപ്പം എനിക്ക് എല്ലാ പടം ഒന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ട് കാണണം എന്നൊക്കെ ഭയങ്കരമായിട്ടൊരു ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട്. ഈ OTT വന്നപ്പോൾ എനിക്ക് തോന്നുന്നു സന്തോഷ് പണ്ഡിതാണെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു സാധനമാണ്. സന്തോഷ് പണ്ഡിത് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും. ഇതൊരു വലിയ ചതിയാണ്. ഇപ്പം നിങ്ങളെ OTT-യിലേക്ക് വരുത്തി, ഇനി OTT വലിയ പൈസയ്ക്ക് നിങ്ങളെ ഇത് മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എനിക്ക് ഉറപ്പില്ല സന്തോഷ് പണ്ഡിതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് മാറി. ചെറിയ സ്ക്രീനിൽ പടം കാണുന്നവരല്ല മലയാളികൾ. രണ്ടാമത്തെ വട്ടം കാണുമ്പോൾ ചെറിയ സ്ക്രീനിൽ കണ്ടാൽ മതി. ഈ ഭയങ്കര ചൂട് കത്തിരുന്ന സമയത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ഞങ്ങൾ ഇതൊരു പടത്തിന്റെ പ്രൊമോഷനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, തിയേറ്ററിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയും പേര് കയറുന്നത്? അപ്പോൾ ഞാൻ വെറുതെ തമാശ, ഭയങ്കര ചൂടൊക്കെ അല്ലേ, തിയേറ്ററിൽ പോയിട്ട് തണുത്ത് കുത്തിയിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ടർബോ റിലീസ് ആയ ദിവസം കേരളത്തിൽ പെരുമഴയാണ്. കൊച്ചിയിൽ വെള്ളത്തില് ബൈക്കൊക്കെ മുങ്ങി കളഞ്ഞിട്ടൊക്കെയാണ് ആളുകൾ തിയേറ്ററുകളിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഏകദേശം 52 വയസ്സുള്ള ഒരു അമ്മ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു, എന്തൊക്കെ മാറ്റങ്ങളാണ് മുഴുവനായിട്ടുണ്ടായത്? ബേസിക്കലി എൻ്റെ കൂടെ നിൽക്കുന്ന ആക്ടേഴ്സ് എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നല്ല ഹ്യൂജ് ഫിഗറുള്ള ആൾക്കാരാണ്. വിനീത് തട്ടിലായിക്കോട്ടെ, ബാക്കി എല്ലാവരും ഭയങ്കര ഫിഗറുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ ഭയങ്കര ലീനാണ്. അപ്പോൾ എനിക്ക് അവരൊരു ഇതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ഫിഗർ വൈസ് എനിക്ക് ഇച്ചിരിയും കൂടെ വെയിറ്റ് ഗെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ആ ഫിഗറിലേക്ക് ഞാനും ഒന്ന് ഫിറ്റ് ആവുള്ളൂ. വെറും മേക്കപ്പിൽ നിൽക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ തടി കൂട്ടാം എന്നുള്ള സജഷൻ ഞാൻ തന്നെയാണ് ഡയറക്ടറോട് പറയാം. എനിക്ക് വളരെ കുറച്ച് ദിവസമേ കിട്ടിയിട്ടുള്ളൂ. ആ ദിവസത്തിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഇത് കറക്റ്റാണ്, ഒരു 6 to 7 കിലോസിന് മേലെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് നല്ലോണം തിന്നു, നന്നായി തിന്നു. ഭയങ്കര പണിയാണ്. ഞാൻ വിചാരിച്ച പെട്ടെന്ന് കുറയുന്നു, പക്ഷെ മെല്ലെ മെല്ലെയാ കുറയുന്നത്. തടി കൂട്ടാൻ ഈസിയാണ്. ഞാൻ ഭയങ്കര കൺട്രോളായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. പക്ഷെ ഇതിനു വേണ്ടിയിട്ട് വാരി വലിച്ച് എന്ത് കിട്ടിയാലും തിന്നാന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ തടി കൂട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു അൺകംഫർട്ടബിൾ അവസ്ഥകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് ഒരു സിനിമ കണ്ടവർക്ക് അറിയാവുന്ന ഒരു ഡയലോഗാണ്, വണ്ടി എടുക്കാൻ പോകുമ്പോൾ അശ്വതി എടുത്ത് പറയുന്ന ഡയലോഗ് ഒന്ന് പറഞ്ഞു. നിന്റെ അച്ഛൻ മരിച്ച് 3 മാസമായപ്പോ 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളുടെ അച്ഛൻ മരിച്ച് 3-ാം മാസത്തിൽ പിടിക്കാൻ തുടങ്ങിയതാണ്. ഈ വണ്ടീന്റെ സ്റ്റിയറിംഗ് പിടിച്ച് തുടങ്ങിയതാണ്. എനിക്കറിയാം ഈ വണ്ടി എങ്ങനെ ഓടിക്കണം, നീ പോയിരിക്കണീന്ന് എന്തോ പറയുന്നത്, അങ്ങനെ എന്തോ പറയുന്നത് കേൾക്കാൻ മറന്നുപോയത്. ഡയലോഗ് അതാണ്. നിങ്ങളുടെ അച്ഛൻ മരിച്ച് 3-ാം മാസത്തിൽ പിടിക്കാൻ തുടങ്ങിയതാണ്. നിന്റെ തന്ത ചത്ത് 3 മാസമായപ്പം ഈ വണ്ടീന്റെ സ്റ്റിയറിംഗ് പിടിച്ചു തുടങ്ങിയതാ. എനിക്കറിയാം ഈ വണ്ടി എങ്ങനെ എടുക്കണമെന്ന്, പോയിരിക്കടി വണ്ടിയില്, അങ്ങനെ എന്താ പറയുന്നത്. സത്യം പറഞ്ഞ വിനീത് തട്ടിലിന്റെ ഒരു സ്റ്റണ്ട് പ്രതീക്ഷിച്ചെടുത്ത് അത് ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു അല്ലേ. അവരെ പല സീനിലും ഇപ്പൊ അടി നടക്കും, ഇപ്പം ഇടി, വിനീത് തട്ടിൽ ഇടിക്കും എന്ന് നിൽക്കുന്ന സ്പേസിലൊക്കെ ഭയങ്കര കോമഡിയില. ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ടല്ലോ, അപ്പൊ അശ്വതി ചേച്ചി അല്ല ഇപ്പൊ എന്താണ് അമ്പിളി ചേച്ചിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിക്കുന്ന അടുത്ത് എന്തൊരു ഭയങ്കര രസമുള്ളൊരു ഡയലോഗായിരുന്നു. അമ്പിളി ചേച്ചിയുടെ സ്റ്റാൻഡ് എന്താ? അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കാട്ടും അടിപ്രതീക്ഷിക്കുന്ന എവിടെയാ, നിങ്ങള് മറ്റേ ഗണപതിയെ അടിച്ച് താഴെ ഇട്ടിട്ട് വരുമ്പോ ചാവി പിടിച്ചു വെച്ചിരിക്കുന്നു. ആ ജീപ്പിന്റെ എൻട്രി കണ്ടപ്പോ ചാവിയതാ പുള്ളിയുടെ സ്റ്റണ്ട് കാണാൻ ഇരിക്കുകയാണ്. വന്നിറങ്ങിയിട്ട് പുള്ളി മറ്റേ കൊങ്ങയ്ക്ക് പിടിച്ചോണ്ടൊക്കെ പോവാണ്. ഈ സിനിമക്ക് ഓരോ ക്യാരക്ടേഴ്സിനെയും ഇത്രയും രസകരമാക്കിയതിന്റെ മ്യൂസിക്കാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക്. ഇതിന്റെ മ്യൂസിക് ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് അതിഭീകരമാണ്. എനിക്കൊന്ന് ഓരോ ക്യാരക്ടറിന്, ഇപ്പൊ എന്റെ ക്യാരക്ടർ പോലും ഇത്രക്കും ഭയങ്കര എനിക്ക് തന്നെ ഭയങ്കര കൊള്ളാം, വാ രസമുണ്ട്, ഇങ്ങനെ അല്ലല്ലോ ഷൂട്ട് ചെയ്ത സമയത്ത് ഫീൽ ചെയ്തൊരു കാര്യം എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ സ്ക്രീനിൽ ഞാൻ ഫസ്റ്റ് സ്ക്രീനും കണ്ട സമയം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും രസമുണ്ടായി പക്ഷെ ആ മ്യൂസിക് ഉണ്ടാക്കിയ അവിടുന്ന് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സീനിന്റെ സമയത്തും ഉണ്ടായ ഒരു മ്യൂസിക്കും
അവിടെ പോയിട്ടുണ്ടായ അവിടെ എത്തിയിട്ട് ഗണപതിന്റെ ആയിട്ടുള്ള ഇന്ററാക്ഷനിൽ ഭയങ്കര ഈ മാസുകൾക്കിടയിൽ വരുന്ന തമാശ സാധനമാണ് മറ്റേ പോലീസുകാരന്റെ കളിയാക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര രസം. എനിക്ക് മ്യൂസിക് ഇതിനെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിന്. ഈ പടം കണ്ടിട്ട് വിളിച്ച ഫോൺ വിളികൾ ഒരുപാട് വിളി വന്നിട്ടുണ്ടാവുമല്ലോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ വിളിയോ? എല്ലാ വിളികളും ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കറിയാം, വന്നോണ്ടിരിക്കുകയാണ് ആക്ച്വലി. എല്ലാവരും ഇങ്ങനെ എന്നെ കണ്ടിട്ട് ഇപ്പൊ എന്നെ നേരിട്ട് അറിയുന്ന ആൾക്കാർ അവരെല്ലാവരും ഇങ്ങനെ ഭയങ്കര ആ അമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആ പ്രായത്തിലേക്ക് കാണുമ്പോൾ അവർ ഭയങ്കര ഞെട്ടിയിരിക്കാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എൻ്റെ സ്വഭാവവും എൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് ഞാൻ ഭയങ്കര ബബ്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഭയങ്കര കുട്ടിക്കളി ഭയങ്കര കൂടുതലുള്ള ആളാണ്. അപ്പോൾ എന്നെ അങ്ങനെ സ്ഥിരം കണ്ടോണ്ടിരുന്ന ആൾ ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു സാധനം കണ്ടിട്ട് അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. യഥാർത്ഥ സ്വഭാവത്തിൽ ഒരു കഥാപാത്രം പോലും താങ്കൾക്ക് വന്നിട്ടില്ല. വന്നിട്ടില്ല ശരിക്കും കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ. കാര്യം യോഗിന്റെ പുസ്തകത്തിൽ വിനായകന്റെ പേരായിട്ടാണ് വരുന്നത്. വിനായകനുമായിട്ടുള്ള ഒരു ആക്ടിങ് എക്സ്പീരിയൻസ് ഓ ഭയങ്കര രസമായിരുന്നു ആക്ച്വലി. വിനായകൻ ഭയങ്കര കൂളായിട്ടുള്ള കാര്യമാണ്. ബാക്കി ഒരുപാട് മീഡിയയിൽ വരുന്ന സാധനങ്ങളൊന്നും വെച്ച് എനിക്ക് അങ്ങനെ എല്ലാം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരുന്നില്ല. ഹി വാസ് സോ ലവബിൾ പേഴ്സൺ. നമ്മൾ ഒന്നിച്ചാണ് എല്ലാവരും ഒന്നിച്ചുണ്ടായിട്ടുള്ളത്. അപ്പം ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്ന, ഭയങ്കര ലവബിളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്. എവിടെ കണ്ടാലും എന്നെ വന്ന് ഹഗ് ചെയ്യുന്ന ആ ഒരു ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആയിരുന്നു എപ്പോഴും. ആക്ടിങ്ങിന്റെ ടൈമിലും ഭയങ്കര ഞാൻ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ എൻ്റെ വോയിസിന്റെ ഒരു കൾച്ചർ ഡിഫറെന്റ് ആണ്. ഭയങ്കര ഹൈ ആയിരിക്കും എപ്പോഴും. പറയുന്ന ഡയലോഗ് പ്രസന്റ് ചെയ്യുന്ന സമയത്തും ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഞാൻ ഒബ്സർവ് ചെയ്തൊരു സാധനം. ഇവരെല്ലാരും സ്ക്രീനിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ലോലാണ് സംസാരിക്കുന്നത്. അവർക്കറിയാം ഡബിങ്ങിൽ എടുത്താൽ മതി എന്നില്ല. അപ്പൊ അത് എനിക്ക് പറ്റില്ല, എനിക്ക് ഒരിക്കലും പറ്റില്ല. അങ്ങനെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് എന്റെ മസിൽസ് ഒന്നും ഇളകുന്നില്ല എന്ന് എനിക്കൊരു ഫീലിംഗ് വരും ആ സമയത്ത്. അപ്പം പക്ഷെ അത് അവർക്ക് അത്രേ വേണ്ടു. ചിലപ്പം അവിടെ അങ്ങനെ വേണ്ടു, അത്ര മതിയായിരിക്കും. നമുക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മ എൻ്റെ ആയിരിക്കാം ചിലപ്പം. എൻ്റെ വേ ഓഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കാം ചിലപ്പം, അങ്ങനെ ആവാം. പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അത് സ്ക്രീനിൽ വരുമ്പം കാണുന്ന എക്സ്പീരിയൻസ് അടിപൊളിയാണ്. സോ അത് മതിയായിരിക്കും ചിലപ്പോൾ. അപ്പൊ അത് ഒരു പോയിന്റ് ഞാൻ അവിടുന്ന് അതെ. പക്ഷെ അത് ഓക്കെയാണ്. അതിൽ മോശം ഇതല്ല പറയുന്നത്. അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു പോയിന്റ് ആണ് അവരെ ആക്ടിങ്ങിലൊക്കെ. അപ്പം വിനായകൻ എന്ന് പറയുന്ന കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റ് അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ വിനായകനെ പറ്റി പൊതുവിൽ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ ചില സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ടാവാം. അതിപ്പം എനിക്കറിയില്ല. അത് ഓരോരാൾക്ക് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് ആകെ ആ ഒരു വർക്കിലാണ് ഏട്ടനെ എനിക്ക് അറിയുന്നത്. അപ്പൊ ഇറ്റ്സ് ബീൻ ലൈക്ക് റിയലി വെരി ലോങ്. 2015 സംതിങ്ങിലാണ് നമ്മൾ ആ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. യോബിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അതിൽ അഭിനയിച്ച ഒരാളെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ഭുതത്തോടെ കണ്ടിരുന്ന ഒരു സിനിമ. അതെ. അത് അന്ന് ആ ഒരു സമയം ആ കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കര രസമായിട്ട് ഇന്ററാക്ട് ചെയ്യും, സംസാരിക്കുകയും ചെയ്യും ഒക്കെ ചെയ്യുന്ന ഭയങ്കര ലവബിൾ ആയിട്ടുള്ള മലയാള സിനിമയിൽ വന്നതിലും പോയതിലും നിന്നതിലും ഒക്കെ ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള നടിയാരാണ്? എനിക്ക് ആക്ച്വലി ഉർവശി, പിന്നെ അതുപോലെ KPC ലളിത, ഇവരെ പോലത്തെ ആക്ട്രസസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇതുപോലത്തെ ഒരു ആക്ടേഴ്സ് വളരെ സീരിയസ് ആയി ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന, എനിക്കൊന്ന് അങ്ങനത്തെ ഒരു ഹീറോയിൻ ഇല്ല എവിടെയും. ആ ഒരു ഇൻഡസ്ട്രിയിലുണ്ടോ ഓ ശരിക്കും അവരാണ്. ബിക്കോസ് അവര് ചെയ്യുന്ന പോലത്തെ കോമഡിയും ഭയങ്കര സീരിയസ് ക്യാരക്ടേഴ്സും വളരെ സട്ടിലായ സാധനങ്ങളൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ട്രസ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വേറെ ആരെയും അങ്ങനെ തോന്നിയിട്ടില്ല. അത് KPC ലളിത പോലത്തെ ഒരു ആക്ട്രസ് എന്ന് പറയുന്നത് ഷി വാസ് അമേസിങ്. നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും ഇങ്ങനെ നമുക്ക് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. ഭയങ്കര എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഈസി ആയിട്ട് ആക്ട് ചെയ്യുന്ന, ഇപ്പം മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ആക്ടർ ഭയങ്കര ഈസി ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അവരൊരു എഫേർട്ട്ലെസ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് തോന്നുന്നു നമുക്ക്. നമ്മളൊക്കെ ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഇതിങ്ങനെ ചെയ്യണം നോക്കണം എന്നൊക്കെ മസിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഈസിനെസ് ആ ഒരു ആക്ടേഴ്സിൽ കാണാൻ കിട്ടും. അത് ഭയങ്കര കൊതി ഉണ്ട്. അങ്ങനെയൊക്കെ ആവാൻ ആഗ്രഹമുണ്ട് എപ്പോഴും. അങ്ങനത്തെ ആക്ടേഴ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ആക്ടേഴ്സിനെ എനിക്ക് തോന്നുന്നു ഓരോ സിനിമകളും
ഓരോ പുതിയ അഭിനേതാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇറങ്ങുന്ന എല്ലാ സിനിമകളിൽ നിന്നും ഓരോരോ പുതിയ നല്ല ആളുകൾ ആക്ടേഴ്സ് അവര് അടുത്ത പടങ്ങളിലേക്ക് ഇങ്ങനെ മലയാള സിനിമയിൽ കുറെ നല്ല ആളുകൾ നമുക്ക് മുന്നേ സഞ്ചരിച്ച ഒരുപാട് പേർ നമുക്ക് നഷ്ടമായെങ്കിലും അതൊക്കെ അവർക്ക് പകരം വെക്കാൻ പറ്റില്ല. പക്ഷെ പുതിയ ആളുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട് പുതിയ സംവിധായകർ. മൊത്തത്തിൽ എന്തായാലും മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടത്തിലൂടെ പോകുന്നു. ഇത് എന്റെ ഭാഗ്യമാണ്. എനിക്കൊന്ന് ഈ ഒരു ചേഞ്ചിന്റെ ടൈമിൽ എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് ഇവിടെ എന്റെ ഒരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത്. പക്ഷെ അന്ന് ആ സംവിധായകൻ കാണാൻ വന്നിട്ട് ഒരു ഫോട്ടോഷൂട്ട് വെക്കാം എന്ന് പറയാൻ തോന്നിയ മനസ്സുണ്ടല്ലോ. ഇനി താങ്കളുടെ സുഹൃത്ത് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള ആളുടെ കാസ്റ്റിംഗ് സെൻസ്. അതെ അതെ അതെ. അല്ല പക്ഷെ സി എൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്കത് ക്യാരി ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് തന്ന ഒരാളും കൂടിയാണ്. ബിക്കോസ് സഞ്ജു അത് പറഞ്ഞില്ലായിരുന്നു ഞാനൊരിക്കലും ചിന്തിക്കുന്നേ ഇല്ല. ബിക്കോസ് ഞാൻ ഒരിക്കലും അങ്ങനൊരു ക്യാരക്ടറിനെ പറ്റി എനിക്ക് ഈ അടുത്ത കാലത്തൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ സഞ്ജു കാണിച്ച ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് ആസ് എൻ ആക്ടർ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് അയാളത് വിശ്വസിച്ചുകൊണ്ടാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. 100% നീതി പുലർത്താൻ പറ്റി. ഓ താങ്ക് യു. ഇനി പ്രൊഡ്യൂസർക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കാസ്റ്റിംഗ് എന്ന് പറയുന്ന സെഷനോട് കൈകാര്യം ചെയ്യാൻ. അതെ പക്ഷെ എല്ലാരും സംഭവത്തോടെ തന്നെയാണ്. സഞ്ജുവും എടുത്ത സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ കംപ്ലീറ്റ് 100% ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ കാസ്റ്റിന്. അതിൽ ഞാനും ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഡയറക്ടർ 100% ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ക്യാരക്ടർ ചെയ്യാവോ നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ കുറെ അധികം സംവിധായകർ വന്ന് അഭിനയിച്ചു പോയിട്ടുണ്ട്. എല്ലാരും അത് ഈ പറഞ്ഞപ്പോഴാ ഓർത്തെ ഞാൻ ലാൽജോ സാറിന്റെ സീനിൽ നമ്മളൊരു കോമ്പിനേഷൻ സീൻ ഉണ്ട്. അപ്പൊ ഞാൻ കടന്ന് ഒരുപാട് ഡയലോഗിലെ സീക്വൻസാ. അപ്പൊ ഞാൻ കടന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുക മറ്റേ ഓരോ ഓരോ പഞ്ചായത്തിൽ അരി പറക്കുന്ന പറയുന്ന ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുക. അപ്പൊ റിപ്പീറ്റേഷൻ ആയിട്ടുള്ള 2-3 ഡയലോഗ് ഉണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയി. എന്ന് വെച്ചാൽ ഇത്ര ആക്ടേഴ്സ് ഉണ്ട് എല്ലാവരും, പിന്നെ ഇതുപോലത്തെ ഡയറക്ടേഴ്സ്, എവിടെയോ ഒരു ടെൻഷൻ ത്രൂ ഔട്ട് ഫിലിമിൽ എനിക്ക് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ട്. ഞാൻ അത്യധികം എൻജോയ് ചെയ്ത സീൻ ഈ പോലീസ് സീനാണ്, ജൂഡായിട്ടുള്ള ആ സീനാണ്. പക്ഷെ ഈ സീനിലൊക്കെ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അപ്പം എനിക്ക് തെറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ചില വേർഡ്സ് റിപ്പീറ്റേഷൻ വന്നതാണ് അതിൽ. അപ്പം ആള് പറഞ്ഞു ആ ഡയലോഗിൽ ആ സാധനം കട്ട് ചെയ്യും, എന്നിട്ട് ഇത് മാത്രം പറഞ്ഞു നോക്കി, അത് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം മൂപ്പരത് പറഞ്ഞൊരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് ചെയ്തപ്പോഴാണ് പിന്നെ അത് ചിലപ്പോൾ ആ ഒരു വേർഡിനും ഉണ്ടായിരിക്കും ഞാനൊരു 7-8-9 ടേക്ക് പോയിക്കൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നി. സോ അപ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെയാണ് ഭയങ്കര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ചെയ്തപ്പോഴും അവിടെ അത് ക്ലിയർ ആയിട്ട് ആ ഒരു അടുത്ത ടേക്കിൽ അത് ഓക്കെ ആയി. സോ അത് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഡയറക്ടേഴ്സിന്റെ ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര് വന്ന് നന്നായി ജൂഡ് ചെയ്തിരിക്കുന്ന വേഷം പുള്ളി കാണിച്ചത് എന്തിനാണ് ഇപ്പൊ പുള്ളിയെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവെക്കേണ്ടത്? ജൂഡ് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ജൂഡിനെ കാണുന്ന നമ്മള് ഈ ഡ്രസ് ഇട്ടിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. പുള്ളി ഫ്രെയിമിൽ കണ്ടപ്പോൾ ഞാൻ ചെയ്യാം അവസാന സമയത്ത് ഈ പുള്ളിയെ കൊണ്ട് ചെറിയൊരു വേഷത്തിൽ കൊണ്ടുവന്ന് വെക്കില്ലല്ലോ അദ്ദേഹത്തെ. പക്ഷെ അത് എന്തിനായിരുന്നു പിന്നെ പോവുകയാണെന്ന്. ഇന്നലെ നമ്മള് തിയേറ്ററിന്റെ പുറത്ത് ജൂഡിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ജൂഡ് അപ്പോഴാണ് അടിപൊളി ഗംഭീരതൊക്കെ പറഞ്ഞ് കൈയൊക്കെ തന്നു. ബിക്കോസ് അവിടെ വെച്ച് ആ ഒരു ചെറിയ സീക്വൻസ് മാത്രമാണ് നമ്മൾ തമ്മിലുള്ള കോമ്പിനേഷൻ. പിന്നെ മൂപ്പരും കണ്ടിട്ടുണ്ടാവില്ല, മൂപ്പരും പോയിണ്ടാവും. അതെ അതെ അതെ. പക്ഷെ സിനിമ കണ്ടിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആള് ഭയങ്കര രസമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഐ തിങ്ക് വി ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആസ് എ ടീം. നമുക്ക് ഒരുപാട് നല്ല ആൾക്കാർ, പിന്നെ അവരും വളരെ പ്ലാൻഡ് ആയിട്ടാണ് പല കാര്യങ്ങളും പ്ലേസ് ചെയ്തതും പല ആക്ടേഴ്സിനെ പ്ലേസ് ചെയ്തതൊക്കെ. ഐ തിങ്ക് അതെല്ലാം വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഒരു എക്സ്റ്റെന്റ് വരെ. വർക്ക്ഔട്ട് ജിയോ ബേബിന്റെ ക്യാരക്ടർ പിന്നെ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ജിയോ ബേബി സിനിമ കാണുന്നതിന് ഒരാഴ്ചക്ക് മുമ്പിട്ട് പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ വേറൊരു സിനിമയെ ബന്ധപ്പെട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാൻ പോയല്ലോ എന്ന് പറഞ്ഞു. പുള്ളി ഒരു രക്ഷയില്ല, ഭയങ്കര സീരിയസ്. നമ്മൾ പുള്ളിയുടെ പടത്തിന്റെ ആരാധകരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പടത്തിൽ കണ്ടപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് കാണിക്കുന്ന ഫ്രെയിമേ നമുക്ക് ചിരി പൊട്ടുന്ന ഒരു സാധനം. ഇനി എന്ത് വയ്യാവേലി വരുമോ എന്ന് പറയുമ്പോഴാണ് ഇതിന് എന്താണ് വരാൻ. പക്ഷെ ഇതിനകത്ത് വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഈ പടം കണ്ടു. എനിക്ക് സത്യത്തിൽ പടം കഴിഞ്ഞപ്പോൾ എന്താണ് ഈ മന്ദാകിനി എന്നുള്ളത് വൈഫ് എന്തിനാണ് ഈ മന്ദാകിനി പടത്തിന് പേരിട്ട് മറ്റേ സാധനം കത്തി പറയുന്നില്ല ആരോടും. സെൻസർ ഇഷ്യൂ കൂടി ഉണ്ട് പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തൊരു ബോട്ടിൽ അത് കാണിക്കാൻ. അതിന്റെ ഒരു ഫാക്ടർ ബിക്കോസ് മൊത്തത്തിൽ നടക്കുന്നത് ഇതിന്റെ ഇതായിട്ട് ബേസിസ് ആണല്ലോ. ഇത് പടം കാണാത്ത ആളുകൾ വിചാരിച്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്
അനാർക്കലി മനക്കാരുടെ കഥാപാത്രത്തിന്റെ പേരാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ആ ഒരു സാറ് മന്ദാകിനിയുടെ കഥ അറിയാവുന്നവർ ആ കഥ പതുക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുടുംബം ഒക്കെ എവിടെയാണ്, സ്വന്തം സ്ഥലം? ഞാൻ ബേസിക്കലി കരിവള്ളൂർ എന്ന ഗ്രാമത്തിലാണ്, പയ്യന്നൂർ, കണ്ണൂർ ജില്ല. അപ്പം അവിടെയാണ് താമസിക്കുന്നത്. അച്ഛനും അമ്മയും മോളും ഉണ്ട്. അങ്ങനെ അവിടെയാണ് ഒരു 7-8 വർഷമായിട്ട് താമസിക്കുന്നത്. തിയേറ്റർ പരിപാടിയൊക്കെ കൂടുതലും ഞാൻ തൃശ്ശൂർ ഒരു നിയർലി 10 ഇയേഴ്സ് തൃശ്ശൂർ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള സമയത്താണ് കുറെ കൂടെ സജീവമായിട്ട് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഞാൻ ചെയ്തു എന്നൊന്നും പറയില്ല. ഞാൻ വളരെ ചൂസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എല്ലാവരും കൂടെ വർക്ക് ചെയ്യാറില്ല. പക്ഷെ വളരെ നല്ല കേരളത്തിൽ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള തിയേറ്റർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അമച്വർ തിയേറ്ററാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇറ്റ്ഫോക്ക് പോലത്തെ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽസിൽ പോളണ്ടിൻ്റെ കൂടെ ചിലി ഇത്ര കൺട്രീസിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യ കൊളാബറേറ്റ് ചെയ്ത് പ്ലേകൾ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് കോളേജ് കാലഘട്ടത്തിലാണ് ഇത് തുടക്കം ഉണ്ടായിട്ടുള്ളത്. കലോത്സവം കാലഘട്ടത്തിലാണ് തിയേറ്റർ ആദ്യമായിട്ട് ചെയ്യുന്നത്. ആക്ടിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനം എനിക്ക് അതൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഞാൻ കേരളത്തിന് പുറത്താണ് ജനിച്ചു വളർന്നതും ഒക്കെ. അപ്പം അച്ഛൻ ആർമിയിലായതുകൊണ്ട് തന്നെ ഈ 3 വർഷം ഒരു സ്റ്റേറ്റിലുണ്ടാവും. അത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു ഒന്നിലും ഫിക്സ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഇത് ചെയ്ത് പഠിച്ച് ഒരു 5 വർഷം പഠിക്കാന്ന് വെച്ചാൽ നടക്കില്ല. ഇതിപ്പോൾ അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെ ഒരു ക്ലാസ്സസോ ഡാൻസോ പാട്ടോ ഒന്നും, ഡാൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറുണ്ടായിട്ടില്ല പലപ്പോഴും. പക്ഷേ നാട്ടിൽ വന്ന് കോളേജിൽ വന്നപ്പോഴാണ് കലോത്സവം പോലത്തെ ഒരു കോൺസെപ്റ്റ് അറിയുന്നതും ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവുന്നത്. അവിടെ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ഹിന്ദി പ്ലേകളും ഇംഗ്ലീഷ് പ്ലേകളൊക്കെ ചെയ്തിട്ട് ബെസ്റ്റ് ആക്ട്രസൊക്കെ കിട്ടി. അങ്ങനെയൊക്കെയാണ് പിന്നെ ആക്ടിങ്ങിലേക്ക് തന്നെ കയറുന്നത്. ഓക്കെ, ഇത് എനിക്ക് പറ്റിയ സാധനം, എനിക്കറിയാം, എനിക്ക് ആക്ടിങ് തന്നെയായിരുന്നു ചെറുപ്പം മുതലേ ഇഷ്ടം. പക്ഷെ ഇത് ചെയ്തപ്പോഴാണ് ഞാൻ ഭയങ്കര ഈ തിയേറ്റർ ചെയ്തപ്പോഴാണ് എനിക്ക് ഇതാണ് എനിക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. ഞാൻ എന്തായാലും മൊത്തത്തിൽ ഒരു 2-2.5 മണിക്കൂർ ഞങ്ങളെ സന്തോഷിപ്പിച്ച ടീമിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം. ഇനിയും കാണണം. എല്ലാവരോടും പറയുന്നത് ഞാൻ പറയുന്നുള്ളൂ, ഞങ്ങൾക്ക് കയ്യെത്തി പിടിക്കാവുന്ന ഉയരങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.